വോട്ട് നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതാണ് ഈ ഘട്ടത്തിലും, അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് 1.5 മണിക്കൂറിനോട് അടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ചിത്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് വീണ്ടും കുറയുന്നു. കോൺഗ്രസിന് 47 എന്ന നിലയിലേക്ക് കോൺഗ്രസിന് ഹരിയാനയിൽ ചെറിയ ചാഞ്ചാട്ടം ഉണ്ടാവുകയാണ്. 46 എന്നതാണ് ഭൂരിപക്ഷത്തിന് ആവശ്യമായ മാജിക് നമ്പർ. അതിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് മുന്നിലേക്ക് പോകുന്നത്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ ആണ്. ഇതാ ഓരോ വോട്ടിംഗ് മെഷീനുകളിലും ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. BJP 32ലേക്ക് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 8 സീറ്റുകളുടെ കുറവാണ് ഈ ഘട്ടത്തിൽ BJPക്കുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ നമുക്കറിയാം, വ്യക്തമായ ഒരുപക്ഷെ 60 അടുത്ത് എന്ന നിലയിലേക്കടക്കം ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 48ലേക്ക് താഴുകയും ചെയ്യുകയാണ്. 90 സീറ്റുകളുള്ള ഹരിയാനയിലെ 90 സീറ്റുകളിലെയും ലീഡ് നിലയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് 48 കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് 2 സീറ്റുകൾ ഇപ്പോൾ അധികമായി ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സേഫായ പൊസിഷൻ എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചത്. അതിൽ കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്ന് ഇപ്പോഴും കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഡൽഹിയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലീഡ് നില മാറി മറിയുന്നുണ്ട്. മഞ്ജുഷ്, ഹരിയാനയിൽ അതായത് 55-56 വരെയൊക്കെ എത്തിയ കോൺഗ്രസ് ഇപ്പോൾ 49 സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ BJP 31 സീറ്റുകൾ. പക്ഷേ മറ്റുള്ളവരുടെ ടാലി 7 ആയിട്ടുണ്ടല്ലോ. പക്ഷെ അതിൽ INLDക്ക് 3 സീറ്റിൽ ലീഡുണ്ട്. ആം ആദ്മി പാർട്ടി 1 സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. JJP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. പക്ഷേ 3 INLD, അത് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ 7 പേർ മറ്റുള്ളവർ എന്നുള്ളതാണ്. സ്വതന്ത്രരാണ് ലീഡ് ചെയ്യുന്നത്. 49 കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തെക്കാൾ 3 സീറ്റുകളിൽ കൂടുതൽ ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ്. അങ്ങനെ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 56-57 വരെയൊക്കെ പോയെടുത്ത് നിന്നാണ് 49ലേക്ക് എത്തിയിരിക്കുന്നത്. ഹരിയാനയിൽ എന്തായാലും കോൺഗ്രസിന് തന്നെയാണ് ഇപ്പോൾ മേൽക്കൈ. സർക്കാർ രൂപീകരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏതാണ്ട് ഉറപ്പിച്ചതുമാണ്. ഇപ്പോൾ